യഹസ്കേൽ അധ്യായം 24. 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടാകുമെന്നാൽ, മനുഷ്യപുത്രാ, ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു. നീ മത്സരഗൃഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. നീ ഒരു കുട്ടകം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. മാംസകഷ്ണങ്ങൾ, തുട, കൈക്കുറുക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. ഉത്തമമായ അസ്ഥിഖണ്ഡങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. ആട്ടിക്കൊടുത്തിരുന്ന വിശേഷമായ ഇതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ വിറക് അടുക്കി അതിനെ നല്ലവണ്ണം പുഴുകുക. അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്ന് വേകട്ടെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു. അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടു പോകാത്തതുമായ കുട്ടകത്തിന് രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ കണ്ണമായി പുറത്തെടുക്കുക. ചീട്ട് അതിനെ വീണിട്ടില്ല. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യമുണ്ട്. അവൾ അത് വെറും പാറമേൽ അത്രേ ചൊരിഞ്ഞത് മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അതിനടുത്ത് ഒഴിച്ചില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു. രക്തപാതകങ്ങളുടെ നഗരത്തിന് അയ്യോ കഷ്ടം. ഞാൻ വിറക് കൂമ്പാരം വലുതാക്കും. വിറക് കൂട്ടുക, തീ കത്തിക്കുക. മാംസം വേകട്ടെ, ചാറ് കുറുകട്ടെ. അസ്ഥികൾ വെന്തു പോകട്ടെ. അതിന് താപം കാഞ്ഞു വെന്തു പോകേണ്ടതിനും അതിൻ്റെ കറ അതിലൊരുകേണ്ടതിനും അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കരണ്ടിന്മേൽ വെക്കുക. അവൾ അധ്വാനം കൊണ്ട് തളർന്നു പോയി. അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല. അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല. നിന്റെ മലിനമായ നിർഭരയാത നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ട് നീ ശുദ്ധമാകിയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കോളും. ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധമായി തീരുകയില്ല. യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു. അത് സംഭവിക്കും. ഞാനത് അനുഷ്ഠിക്കും. ഞാൻ പിന്മാറുകയില്ല, ആദരിക്കുകയില്ല, സഹതപിക്കുകയുമില്ല. നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ ഉള്ളപ്പാട്. യഹോവയുടെ ഉള്ളപ്പാട് എനിക്ക് ഉണ്ടായിരുന്നാൽ, മനുഷ്യപുത്രാ, ഞാൻ നിന്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്ങളിൽ നിന്ന് എടുത്തുകളി. നീ വിലപിക്കുകയോ കരയ്ക്കുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത്. നീ മൗനമായി നെടുവേർപ്പിട്ട് കൊള്ളുക. മൃതവിലാപം കഴിക്കരുത്. തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക. അതിരം മൂടരുത്. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയുമരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്തെ എൻ്റെ ഭാര്യ മരിച്ചു. എന്നോട് കൽപ്പിച്ച പോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. അപ്പോൾ ജനം എന്നോട്, നീ ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്ത്? ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായിരുന്നാൽ നീ മനസ്സിലാക്കിയതോടെ പറയുന്നത്, യഹോവയായ കർത്താവ് പ്രാരംഭം ചെയ്യുന്നു. നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിൻ്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയമായിരിക്കുന്ന എൻ്റെ വിസ്തൃതത്തെ ഞാൻ അശുദ്ധമാക്കും. നിങ്ങൾ വിട്ടേച്ച് പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾക്കൊണ്ട് വീഴും. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും. നിങ്ങൾ അതിരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തേക്കുന്ന അപ്പം തിന്നാതെയിരിക്കും. നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരുപ്പ് കാലിലും ഇരിക്കും. നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അർത്ഥങ്ങളെ തന്നെ ക്ഷയിച്ച് തമ്മിൽ നോക്കി ഞരങ്ങും. ഇങ്ങനെ യഹസ്കേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും. അവൻ ചെയ്തതുപോലെ ഒക്കെയും നിങ്ങളും ചെയ്യും. അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങളറിയും. മനുഷ്യപുത്ര, അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷം അവരുടെ കണ്ണിൻ്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചിയമായിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ ആ നാളിൽ തന്നെ ചാടിപ്പോകുന്നവർക്ക് നിൻ്റെ അടുക്കണമെന്ന് വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും. ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിൻ്റെ വായ് തുറക്കും. നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും. അങ്ങനെ നീ അവർക്ക് ഒരടയാളമായിരിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും.